ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ലൈംഗിക അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരകൾ ഒരു ഭാഗത്ത്, അതുപോലെ വേട്ടക്കാർ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു പേരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു കയമ്പും ഇല്ലാന്നൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് രണ്ട് പുതിയൊരു അഡ്മിഷൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബിജു സോപാനവും അതുപോലെ തന്നെ SP ശ്രീകുമാറും. ഇവർ രണ്ടുപേരും സുപരിചിതരാണ്. ഇവര് രണ്ടുപേരെ കുറിച്ച് പ്രമുഖ നടി പരാതി പറഞ്ഞിട്ടുണ്ട്. നടിയുടെ പേരൊന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, നല്ലത് തന്നെ. പക്ഷെ ഈ രണ്ട് പേരുടെയും, ഈ രണ്ട് വ്യക്തികൾ തെറ്റ് ചെയ്തോ ഇല്ലയോ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഇതിനു മുന്നേ തന്നെ നമ്മൾ നിവിൻ പോളിന്റെ കേസ് കണ്ടോ. കുറേ അധികം ആൾക്കാരുടെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടേ നിന്നു അല്ലെ. സിനിമാ രംഗത്തുനിന്ന്, ഇതിപ്പോ സീരിയൽ രംഗത്തുനിന്നാണ് വന്നിട്ടുള്ളത്. സിനിമാ രംഗത്തുനിന്ന് ആ ഒരു പേര് വന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേരിൽ പെട്ട ഒരാൾ തന്നെയായിരുന്നു നിവിൻ പോളിയും. നിവിൻ പോളി അങ്ങനെ ചെയ്യില്ലെന്ന് നന്നായിട്ട് തന്നെ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആ കേസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുള്ളത് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചു എന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവരുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. നിയമത്തെ എങ്ങനെ വളച്ചൊടിക്കാമെന്ന് ഇവരൊക്കെ തീരുമാനിക്കും. അങ്ങനെ ആകുമ്പോൾ തകർന്നു പോകുന്നത് ഇവരുടെയൊക്കെ കുടുംബങ്ങളാണ്. അപ്പൊ ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആൾക്കാർക്കും കുടുംബമുണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ പേര് പുറത്തു വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അത്രയധികം പ്രശ്നങ്ങളാ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷം അവരെ ശിക്ഷിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ ഇപ്പോ നിവിൻ പോളിക്കെതിരെ കൊടുത്ത കള്ളപ്പരാതിയിൽ ആ സ്ത്രീക്കെതിരെ നിവിൻ പോളിയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഇപ്പൊ എന്താണ് തീരുമാനമായിട്ടുള്ളത്? കുറച്ചു നേരം തീരുമാനമാവുമായിരിക്കും അല്ലെ. അപ്പൊ അതങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതുവരെ നിവിൻ പോളിക്ക് വന്ന ആ ഒരു ചീത്തപ്പേര് അതെന്തായാലും ആരും ആ ടൈമിൽ തന്നെ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ബിജു സോപാനത്തിന്റെയും അതുപോലെ SP ശ്രീകുമാറിന്റെയും പേരിൽ വൻ ലൈംഗിക അതിക്രമത്തിന്റെ കേസുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവരുടെ പേരൊക്കെ ഇങ്ങനെ പുറത്തു വന്നു. പക്ഷെ അത് വന്നത് അവർ ചെയ്ത കാര്യം അത് പ്രൂവ് ചെയ്തിട്ട് തെളിവൊക്കെ കിട്ടിയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇതിപ്പോ ഓരോ ന്യൂസ് ചാനൽസും കൊട്ടി ഘോഷിക്കുന്ന കാണുമ്പോൾ ഇവർ ചെയ്ത തെറ്റ് കംപ്ലീറ്റ് പോലീസ് തെളിയിച്ച രീതിക്കാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അവർ തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുമില്ല. അത് അന്വേഷിക്കണത്രേ. പക്ഷെ അതിന് മുന്നേ തന്നെ ഘോരമായിട്ടൊരു ആവേശത്തോടു കൂടിയാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടുകാരെ കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല. ഇരയെ കാണിക്കാൻ വേണ്ടി പാടില്ല, അത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ ഇവരുടെയൊക്കെ പേര്, ഇതാണ് വേട്ടക്കാർ, ഇവരാണ് അതിക്രമിച്ചത്, ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ ഇവരുടെ കുടുംബവും ഈ ഒരു പ്രശ്നത്തിൽ വലഞ്ഞു പോവുകയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും, ഇപ്പൊ ബിജു സോപാനായാലും ആരായാലും അതിൽ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ അതിന് മുന്നേ തന്നെ ഇതുപോലെ കൊട്ടി ഘോഷിച്ച് അവരെ നാണം കെടുത്തുന്ന രീതിക്ക് എല്ലാ മീഡിയാസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാണുമ്പോൾ വല്ലാതൊരു ഖേദം തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരെ കുറിച്ച് പറയുന്ന ആ ഒരു ന്യൂസ് ബൈറ്റ് ഒന്ന് കേൾക്കാം. സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ്. പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ?
സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ബിജു സോപാനത്തിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ഉപ്പുമുളക് എന്നുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ബാലു എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബാലു തന്നെയാണ്, ബിജു സോപാൻ എന്നുള്ള പേരല്ല, ബാലു എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത്. അതുപോലെ തന്നെ SP ശ്രീകുമാറും അവരെ നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയൊക്കെ സുപരിചിതരാണ്, കേരളീയർക്ക് ഇവര് സുപരിചിതരാണ്. പക്ഷെ ഈ ഒരു കേസ് എല്ലാ മീഡിയയിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവര് തെറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി എന്നും ആയിട്ടില്ല. അതായെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, ആയിട്ടില്ല. അപ്പൊ അങ്ങനെയൊന്ന് ഒരു വ്യക്തത വരുത്താതെ ഇവരെ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ ബിജു സോപാനത്തിന്റെ ഒക്കെ വൈഫിനെ സംബന്ധിച്ച് ഒരു തനി നാട്ടുമ്പുറത്തുകാരെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് ഒരു ക്യാമറന്റെ മുന്നിൽ വരെ വരാൻ മടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെയുള്ള അവർക്കൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ താങ്ങാനാവാത്ത ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളത് ഉണ്ടാവില്ല. അപ്പൊ അവരുടെയും ഒരു നില നമ്മൾ നോക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമം നടന്നെന്ന് പറയുന്നത് അടുത്ത കാലത്ത് എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും തെളിയട്ടെ, ഏത് കാലത്തായാലും അത് തെളിയണം. അങ്ങനെ ഒരു അതിക്രമം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെളിയണം. അല്ല അങ്ങനെ ഒരു അതിക്രമം നടന്നിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിവിൻ പോളിന്റെ ഒക്കെ കേസുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇത്രയും ദിവസം ഇവരനുഭവിക്കുന്ന ആ ഒരു കഷ്ടതകൾക്കും വിഷമങ്ങൾക്കൊക്കെ ആ ഒരു മാനനഷ്ടം, അതിന് എന്ത് വില തരാൻ വേണ്ടി പറ്റും? ഇപ്പൊ നിവിൻ പോളിക്കായാലും എന്താ കിട്ടിയിട്ടുള്ളത്? അപ്പൊ ഇത് തെളിയിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഇത് തെളിയിച്ചതിന് ശേഷമല്ല, അത് അന്വേഷിക്കണം അത്രേ. അതുപോലെ വേറൊരു ബൈറ്റ് ഉണ്ട്, കേട്ടാൽ നമുക്ക് ഒരു രസവും തോന്നും, ഒരു ദേഷ്യവും തോന്നുന്ന ഒരു ബൈറ്റാ. ഞാൻ അതും കൂടെ ഒന്ന് കേൾപ്പിക്കാം. 14 പ്രാവശ്യം കൺസെന്റോടുകൂടി സെക്സ് ചെയ്തിട്ടും 15ാമത്തെ തവണ നമുക്ക് പീഡനമാണെന്ന് പറയാം, അതല്ലേലോ? അതെ, പറയാം. കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ, കൺസെന്റോട് കൂടിയിട്ട് 14 തവണ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 15ാമത്തെ തവണ അവർക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ അപ്പം പോയിട്ട് പീഡന പരാതി കൊടുത്തേക്കണം, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നിയമത്തെ വളച്ചൊടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പീഡന നിയമങ്ങൾ, കർശനമായിട്ടുള്ള പീഡന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളെ സ്ത്രീകൾ തന്നെ വളച്ചൊടിച്ചിട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ഒരു കേസ് വന്നാൽ പോലും അത് ന്യായമല്ല എന്നുള്ള വിധത്തിൽ ആയിത്തീരും. മറ്റുള്ളവർ കൂടി ചിന്തിച്ചോ, ഇതും വേണമെങ്കിൽ ഇല്ലാത്ത കേസായിരിക്കും എന്നുള്ളത്. അപ്പോൾ ശരിയായിട്ടൊരു സ്ത്രീക്ക് കിട്ടുന്ന നിയമം പോലും അവിടെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അത്തരത്തിലാണ് ഇപ്പൊ നിയമത്തെ പല സ്ത്രീകളും വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലൊരു കേസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിലിരയാവുന്നത് ഇപ്പൊ വേട്ടക്കാരെന്ന് പറയുന്ന ആളുകൾ തന്നെയായിരിക്കും. അങ്ങനെയാവുമ്പോൾ ഇപ്പൊ ഇരാന്ന് പറയുന്ന ആള് പിന്നീട് വേട്ടക്കാരാവോ? എന്തായാലും ആരാണ് തെറ്റ് ശരിയെന്നുള്ളത് തെളിഞ്ഞു തന്നെ വരും. അത് കാലം തെളിയിക്കും. ആ ടൈമിൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന പരിരക്ഷ തന്നെ പുരുഷനും തീർച്ചയായും കൊടുക്കണം. അത്തരത്തിൽ തന്നെ നിയമങ്ങൾ ഉണ്ടാവണം. അല്ലാതെ സ്ത്രീക്ക് നമ്മൾ എപ്പോഴും സ്ത്രീക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് നിയമത്തിൽ, പരിരക്ഷ ഉറപ്പ് വരുത്തുന്നുണ്ട്, അങ്ങനെ ഉറപ്പ് വരുത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉറപ്പ് വരുത്തുന്ന നിയമങ്ങൾ പലരും ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ വരുന്ന ആളുകളിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ആര് തെറ്റ് ചെയ്തു എന്നുള്ളത്. ഈ 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇരയായിട്ടുള്ള പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. അല്ലാതിരുന്നാൽ ഇപ്പോ വേട്ടക്കാരായിട്ടുള്ള ഇവർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യരുത്.